പത്തനാപുരത്ത് ചാനൽ ലൈവ് റിപ്പോർട്ടർ പ്രദീപ് ഗുരുകുലത്തെ കയ്യേറ്റം ചെയ്യുകയും ക്യാമറ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് യൂത്ത് കോൺഗ്രസുകാരല്ലെന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണൽ മാഫിയകളും ക്രിമിനലുകളുമാണ് ആക്രമണം നടത്തിയതെന്നും ഇവരുമായി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. പത്തനാപുരം കുണ്ടയത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് MS പ്രദീപ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത്. ക്രിമിനലുകളെ സംരക്ഷിക്കുകയും മണൽ മാഫിയകളെ കൂട്ടുപിടിച്ച് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയണം പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചില ആളുകൾ KSU നിയോജക കമ്മിറ്റിയാണ് വ്യാജേന പത്തനാപുരം പിരിവുകൾ നടത്തുവാനും അന്വേഷണം ചെയ്യാനും വേണ്ടുന്ന ഒരു മാർഗം മാത്രമാണ് ഈ നിയോജക കമ്മിറ്റി. അത് രൂപം കൊടുക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അവർ ഞായറാഴ്ച അവിടെ കൂടിയത്. അത്തരത്തിലുള്ള രൂപപ്പെടലിന് ഇനി യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ നമ്മൾ അനുവദിക്കുന്ന കാര്യമേ ഇല്ല. അന്ന് അക്രമം അഴിച്ചുവിട്ടവർ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവരും യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ട് യാതൊരു ഭാരവാഹിത്വമുള്ളവരും ആ അക്രമത്തിൽ ഒരു പങ്കുമില്ല. പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞ KSU ഫോം ചെയ്യാനും സാധ്യമല്ല. പത്തനാപുരത്തെ കോളേജിൻ്റെ മാനേജ്മെൻറ്റുകാരും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുകാരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KSU നിയോജക കമ്മിറ്റി ഇല്ല. അല്ലാതെ നിയോജക കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഫോം ചെയ്യും, അതിൻ്റെ പേരിൽ SC അടിക്കുകയും അതിൻ്റെ പേരിൽ പിരിവുകൾ നടത്തുകയും ചെയ്യുന്നത് ചില മാഫിയകൾ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്, സംഘടന പിടിച്ചു നിർത്താൻ അതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നിലവിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തിൻ്റെ പിന്നിൽ കോൺഗ്രസിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിൽ അക്രമം അഴിച്ചുവിടുന്ന രീതിയിൽ അത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്ന സംഘടന മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെക്കെതിരെ നടപടി ഉണ്ടാവും, തീർച്ചയായും നടപടി ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.